ഓഗസ്റ്റ് 25 വിശുദ്ധ ജോസഫ് കലാസാൻസ്. 1556 മുതൽ 1648 വരെ കാലഘട്ടം. സ്പെയിനിൽ കലാസാൻസ എന്ന പ്രദേശത്ത് ജനിച്ച ജോസഫ് തത്വശാസ്ത്രവും കാനൻ നിയമവും ദൈവശാസ്ത്രവും പഠിച്ചു. 27-ാമത്തെ വയസ്സിൽ വൈദികനായി. പല പരിഷ്കാരങ്ങളും സ്വദേശത്ത് വരുത്തിക്കൊണ്ടിരിക്കവേ ഒരു ആന്തരിക സ്വരം അദ്ദേഹത്തെ റോമായിലേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. താനും കുറേയേറെ മാലാഖമാരും ചേർന്ന് വളരെയേറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. റോമായിലെത്തിയപ്പോൾ ദരിദ്രരുടെ കുട്ടികളുടെ അജ്ഞതയും തിന്മകളും കണ്ട് വികാരഭരിതനായി. പലരുടെയും സഹകരണത്തോടെ പ്രതിഫലം വാങ്ങിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അജിരേണ ഭക്തിപൂർവകമായ പള്ളിക്കൂടങ്ങൾക്കായുള്ള വൈദികരുടെ ഒരു സഭ, ക്ലർക്സ് റെഗുലർ ഓഫ് പയസ് സ്കൂൾസ്, രൂപവൽകൃതമായി. പീറിസ് വൈദികർ എന്നും അവർക്ക് പേരുണ്ട്. ഓരോ പാഠവും പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ചു വന്നു. അരമണിക്കൂർ ഇടവിട്ട് വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകരണങ്ങൾ ചൊല്ലിയിരുന്നു. അവസാനം ക്രിസ്തു മതപഠനവും. ക്ലാസ് കഴിയുമ്പോൾ കുട്ടികളെ വീട്ടിലെത്തിച്ചിരുന്നു. ക്രമേണ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി. ഫാദർ ജോസഫ് ജയിലിൽ അടയ്ക്കപ്പെടാൻ പോലും ഇടയായി. രോഗങ്ങളും ശല്യപ്പെടുത്തി. എങ്കിലും ക്ഷമയ്ക്ക് കുറവൊന്നും വന്നില്ല. 92-ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹത്തെ 1767 വിശുദ്ധനായും എല്ലാ കത്തോലിക്ക വിദ്യാലയങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായും 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വചനം ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വിചിന്തനം. എൻ്റെ മക്കളെ, ക്രിസ്ത്യാനികളിൽ അധികം പേരും നശിക്കുന്നത് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണ്. അവർക്ക് അവരുടെ മതത്തെപ്പറ്റി ശരിയായ ഒന്നും അറിഞ്ഞുകൂടാ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകൾ.